നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് 31/2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് എല്ലാ ലെവൽ എക്സാമിനും യൂസ്ഫുൾ ആകുന്ന വിധത്തിലാണ് എല്ലാ ലെവലിലെയും ഈ 2019 മുതൽ 26 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം നമുക്ക് ഈ 2020 കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് 2025 26 പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. 2025 മികച്ച നടിയായി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് റോസ് ബൈൺ ആണ്. റോസ് ബൈൺ ആണ്. 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത്, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണെന്നാണ്. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ. അപ്പോൾ ഇതും നമുക്ക് വേണ്ട. നമുക്ക് ഇപ്പോഴത്തെ 2026 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനാണ്. തിരുവിഴ ജയശങ്കർ കേട്ടോ. 2026 തിരുവിഴ ജയശങ്കറിനാണ്. അദ്ദേഹം ഒരു നാദസ്വര വിദ്വാനാണ് കേട്ടോ. നാദസ്വര വിദ്വാൻ, അത് ഓർത്തിരുന്നോളണം. പിന്നെ അടുത്തത്, മൂന്നാമത്തത്, 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. നമുക്കിതും വേണ്ട. 2019 ഓടക്കുഴൽ പുരസ്കാരം വേണ്ട. നമുക്ക് ഇപ്പോഴത്തെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? EP രാജഗോപാലിനാണ്. EP രാജഗോപാലിനാണ് 2026 ഓടക്കുഴൽ പുരസ്കാരം. അത് EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ്. അദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ് കേട്ടോ. സാഹിത്യ വിമർശകനാണ് EP രാജഗോപാൽ. അപ്പൊ നമുക്കത് മൂന്നും മനസ്സിലായല്ലോ. ഇനി അടുത്തത്, 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? നീതിയുടെ ജീവസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ആണ് കേട്ടോ. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ആണ് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം. അടുത്തത്, 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നാണ്. അത് ഓപ്ഷൻ ബി ആണ്, പരിയാരം. 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരമാണ്. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം എന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത്, ഇത് രണ്ടും കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് നമുക്ക് വേണ്ട. 2020 2019 കറണ്ട് അഫയേഴ്സ് ആണ്, അതൊന്നും വേണ്ട. ഇനി അടുത്തത്, നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആന്ധ്രാപ്രദേശാണ് നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. ഇതും വേണ്ട നമുക്ക്. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ബി ശ്രീനിവാസനാണ്. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരത്തെ ഇങ്ങനെ ആദ്യത്തതൊക്കെ ചിലപ്പോൾ വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? 11ാമത്തത് സി ആണ്, 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഇതൊക്കെ ഇപ്പോഴും ആവർത്തിക്കുന്നതാണ്, നമ്മൾ ശ്രദ്ധിച്ചോളുക. കാര്യം പഴയതാണെങ്കിലും ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ. അടുത്തത്, ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏതു രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏതു രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ സി, 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. അടുത്തത്, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കു ഭാഗത്തുള്ള മലനിര ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഓപ്ഷൻ ഡി ആണ്, പൂർവ്വഘട്ടമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവ്വഘട്ടമാണ്. അടുത്തത്, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? മഹാനദിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതാണ്? നർമ്മദ, പെരിയാർ, സിന്ധു. ഇവയെല്ലാം അറബിക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ, പെരിയാർ, സിന്ധു ഇവയെല്ലാം അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഉൾപ്പെടാത്തത്
മഹാനദിയാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഓപ്ഷൻ എ ചിനാബാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പണ്ടുള്ള കാര്യങ്ങൾ 21 കാര്യങ്ങൾ 5 വർഷം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ 26 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അപ്പൊ നമ്മൾ 21 19 തൊട്ട് നമ്മൾ ശരിക്കും പഠിക്കണം. സിന്ധുവിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. ചിനാബാണ് ഏറ്റവും വലിയ പോഷക നദി. പിന്നെ ഏറ്റവും കൂടുതൽ PYQ വർക്കൗട്ട് ഓരോ ദിവസവും ചെയ്തു വരുമ്പോൾ നമ്മൾ എന്തായാലും ഇമ്പ്രൂവ് ആകും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ദിവസം ഒരെണ്ണോ നമുക്ക് ചെയ്യണം. പിന്നെ രാത്രി 8 മണിക്ക് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും ഇടുന്നതായിരിക്കും VFAക്ക് വേണ്ടിയുള്ള. അത് ടോപ്പിക് വൈസ്. അടുത്തത് ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏതു ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏതു ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ കടുവ. അടുത്തത് വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. അടുത്തത് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഓപ്ഷൻ സി ആണ് അൽഫോൺസ് ഡി അൽബുക്കർക്ക്. അൽബുക്കർക്ക് എന്നും മതി. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ് കേട്ടോ. അടുത്തത് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് 22 സി ആണ് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത് 23ാമത്തത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏതു ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി ആണ് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് നമ്മൾ റവന്യൂ ബോർഡ് രൂപീകരിച്ചത്. അടുത്തത് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണെന്ന്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം അദ്ദേഹമാണ് അതിന്റെ നവോത്ഥാനത്തിന്റെ നായകനെന്നും അറിയപ്പെടുന്നത്. രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് 25ാമത്തത് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. അടുത്തത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? 26ാമത്തത് ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. അതായത് രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്, മറക്കരുത്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? 1917. ഇത് എന്ന് തൊട്ടുള്ള ചോദിക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് ആണ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ ഇല്ലാതാവുന്നത്, നിഷ്പ്രഭമാകുന്നത്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണെന്ന് അതറിയാൻ നമുക്ക് സ്വത്തവകാശമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ആശയപ്രകടനത്തിലുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ആർട്ടിക്കിൾ 17. ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധി. അടുത്തത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം
19-ാം അനുച്ഛേദമാണ്. അടുത്തത് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണെന്നാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ഓപ്ഷൻ സി ആണ് രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന നിയമത്തിന്റെ മുന്നിൽ തുല്യത അതിന്റെ ഇളവ് ലഭിക്കുന്നത് നമുക്ക് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ, അതായത് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണെന്ന്? ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി ഓപ്ഷൻ ഡി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ 6 വർഷം അല്ലെങ്കിൽ 65 or 70 വയസ്സാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഓക്കെ. അടുത്തത് 39-ാമത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ഇനി എന്തേലും നമുക്ക് ഓപ്ഷനിൽ എന്തേലും ഇതുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. അടുത്തത് സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ. ആസ്ഥാനമല്ല, അതെ ആസ്ഥാനമായിരുന്നു. അടുത്തത് കേരളത്തിന്റെ തെക്ക് വടക്കു നീളം എത്രയാണ്? കേരളത്തിന്റെ തെക്ക് വടക്കു നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ് ഏറ്റവും വലിയ താലൂക്ക്. അടുത്തത് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം 43-ാമത്തത് ഓപ്ഷൻ ഡി ആണ് ലക്കിടി. ലക്കിടിയാണ് ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. ഒരു മിനിറ്റ്. അടുത്തത് ഒരു മിനിറ്റ്. അതെ, ഇവിടെ നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. അടുത്തത് നമ്മൾ കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എക്കൽ മണ്ണാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം 46 ഡി ആണ് കയർ. അടുത്തത് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഏത് പുഴയിലാണ്? ഓപ്ഷൻ സി തൂതപ്പുഴ. ഇതൊന്നും 2 പ്രാവശ്യം പറയേണ്ട കാര്യം, നമുക്ക് അറിയാവുന്നതാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ് മണിയാർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? 966 ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി ഫറൂഖ് പാലക്കാട്. അടുത്തത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ
AKG ആണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ അല്ലേ. അടുത്തത് 52 സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഇതൊക്കെ ഇപ്പോഴും വരുന്നതാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. അടുത്തത് അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമി. മറന്നു പോകരുത്, അമൃതവാണി, പ്രബുദ്ധ കേരളം. ഇനി അടുത്തത് 55 തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? തുവയൽ പന്തികൾ ആരാണ്? 55 ഓപ്ഷൻ എ ആണ് വൈകുണ്ഠസ്വാമി. അടുത്തത് സാരഞ്ജിനി പരിണയം എന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ്? സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് അയ്യത്താൻ ഗോപാലൻ. അടുത്തത് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ MT ആണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ്? 59 ഗോത്ര വിഭാഗക്കാർ ആരാണ്? ഓപ്ഷൻ സി കുറിച്യർ കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? 60 ഏതാണ്? ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ മതിയായ പ്രാതിനിധ്യം. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം ഓപ്ഷൻ ബി 8 ആണ്. അടുത്തത് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? ഓപ്ഷൻ സി പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് സെറിബെല്ലം. താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നത്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ബി ആണ് സെറിബ്രം ആണ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ടിബിയ ഫിബുല അതെന്താണ്? ടിബിയ ഫിബുല കയ്യിലെയാണ്. ടിബിയ ഫിബുല. അടുത്തത് ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കരളിൽ വെച്ചാണ്. ഓപ്ഷൻ ബി കരളിൽ വെച്ചാണ്. അടുത്തത് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം. അസ്ഥികളുടെയും പല്ലുകളുടെ ഏതാണ്? ജീവകം ഡി ആണ്. അടുത്തത് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് അനുയാത്രയാണ് അംഗപരിമിതം. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഓസോണും ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഓപ്ഷൻ സി ആണ് ഇലക്ട്രോൺ. ഇരുമ്പിന്റെ ധാതു ഏതാണ്? 72 ഇരുമ്പിന്റെ ധാതു ഹേമറ്റേറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ ഡി മീഥൈൻ. അടുത്തത് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്നാൽ കുളിക്കുന്ന സോപ്പിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്തത് 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? 75 ഓപ്ഷൻ ബി ആണ് ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യവും ഊർജവും ആരാണ്? 76 ഓപ്ഷൻ ബി ആണ് ഐൻസ്റ്റീൻ. അപ്പൊ ദ്രവ്യവും ഊർജവും എന്ന് കേട്ടാൽ നമ്മൾ ഐൻസ്റ്റീൻ എഴുതുക. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഏതാണ്? ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഓപ്ഷൻ എ സമചലനം. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള യൂണിറ്റ് ആണ്? ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള യൂണിറ്റ് ആണ്? ബലം. അടുത്തത് സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ഏതാണ്?
സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. മറക്കരുത്, 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഓപ്ഷൻസിന്റെ ഒക്കെ വിശദീകരണം മറ്റൊരു വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ തൽക്കാലം നമുക്ക് കുറച്ച് PYQ, നമുക്ക് VFQ എല്ലാത്തിനും മുമ്പേ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പിന്നെ വൈകുന്നേരം VFAക്ക് വേണ്ടി പ്രത്യേകം ടോപ്പിക് വൈസ് അനുസരിച്ച് PYQ ഉണ്ടായിരിക്കും. ഫിസിക്സിന്റെ PYQന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്